ആകെ ഉള്ള ഒരേ ഒരു അളിയനാ 24 മണിക്കൂർ തന്നി അടിച്ച് ഇങ്ങനെ കിടന്നുകൊടും. ഇങ്ങനെ പേടിച്ചിപ്പോ അപ്പൻ ഒരു കുപ്പി കഷായം കൂടെ കൊണ്ടുവെക്കൂല, അതും പേടിച്ചടിക്കും. എന്ത് ചെയ്യാനാണെന്ന് എന്റെ ജീവിതം തകർക്കാവുന്ന കാലമാണ്. എന്തോ പറയാൻ എന്റെ വിധി. അയ്യോ നിങ്ങളുടെ വിധി എഴഞ്ഞു പോകുന്നോണ്ട് ഇറങ്ങി പോകുമ്പോ ആലോചിക്കണം നിങ്ങളുടെ വിധിയൊക്കെ ഉണ്ടാവുന്നു. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നടന്നു പോകും. ഇവ അന്നോട്ട് എഴഞ്ഞലി പൊക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എത്ര നല്ല ആലേന വന്നെയാണ് ചേച്ചി ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയിട്ട്. എനിക്കറിയാം ഇങ്ങനെ കൂടി നിങ്ങളുടെ കാരണക്ക് പോ പിന്നെ കൊഞ്ഞണം കുത്തുന്നു. ഈ അനാക്കുണ്ടെങ്കിൽ അനക്കം ഉണ്ടോ എന്തോ. യോ ഇവനെ തൊട്ടാലേ സെപ്റ്റിക്കാവും. എന്ത് ചെയ്യാൻ എന്തൊരു കുരുവെന്ന് പറയും സത്യം പറഞ്ഞു കഴിഞ്ഞത്. പ്രശ്നക്കാരനാ ഒറ്റ അറിയാൻ വെച്ചേരും. ഇവിടെ ഒരു 100 കൂട്ടം പ്രശ്നം നടക്കുന്നില്ല. നിന്റെ പ്രശ്നം എന്തോടാ ഈ പറയുന്നേ? പിന്നെ ഇയാള് വിളിച്ചിട്ട് പ്രശ്നം നോക്കാൻ വന്ന ജോത്സ്യനാണെന്ന്. ഓ ജോത്സ്യനാണല്ലേ? അതറിഞ്ഞില്ല. കഷത്തെന്താ? അരിമ്പാറ. അതല്ല ഇതെന്താന്ന്. ഇത് പ്രശ്നപ്പലക. തിരുമേനി ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്തെന്നറിയോ? തിരുമേനി ഈ പ്രശ്നം കൊണ്ട് എന്തായാലും ഇവിടെ തീർക്കണം. ഇനി ആരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ നോക്കിയോളെ എന്തോ തീർന്നു. എന്തോ കാണിച്ചേ? ഒരു വീട്ടിൽ എന്തിനാണ് 2 TV? ഒരു വീട്ടിൽ 2 TV യോ? ഞങ്ങളിപ്പോ എത്ര പേരുണ്ട്? നിങ്ങൾ 4 പേര്. 2 കൂടെ അടിച്ചാ 8 ആയിട്ട് കാണാം. തിരുമേനി ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അടിച്ചു കഴിഞ്ഞാൽ 2 കെട്ടുകെട്ടാ കാണും. തിരുമേനി എന്തൊരു പരിഹാരം കാണാം. എന്തിനാളി എങ്ങനെ കുടിച്ചും പെടുത്ത് നടക്കുന്നത്? എന്നാ നീ വന്ന് കൂടി, ഞാൻ വന്നങ്ങ് പെടുക്കാം. ചെയ്യാന തിരുമേനി? ഞാൻ പോയി പെടുക്കാം. ഞാൻ പോയി പറയുന്നത് അതല്ലെന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി. അതായത് അദ്ദേഹം പറഞ്ഞിട്ട് നിങ്ങളെ കുടി നിർത്താൻ വന്ന ജോത്സ്യനാണ്. ജോത്സ്യനാണല്ലേ? തിരുമേനിയെ തിരക്കെ ഞാൻ ഇരുന്നത്. തിരുമേനി ഒരു കാര്യം പറയാണ്ട്. കല്യാണം കഴിച്ച് ഏത് ഭർത്താക്കന്മാരും ഭാര്യയ്ക്കും മക്കൾക്ക് ചെലവിന് കൊടുക്കണം. നാട്ടു നിയമമാണോ? പിന്നെ ഈ വയറും പൊട്ടി നിൽക്കുന്ന ഓമാൻചാളയ്ക്ക് ഞാൻ എന്തിനാ ചെലവിന് കൊടുക്കുന്നത്? പണിക്ക് പോകത്തില്ലല്ലോ. അത് നക്ഷത്രത്തിന്റെ പ്രശ്നമാണ്. പ്രശ്നം നോക്കി കഴിഞ്ഞാൽ എല്ലാം എന്റെ പൊന്നളിയ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ ഈ ഒടുക്കത്തെ കുടികിർത്താൻ ഇതിനൊരു പരിഹാരം വേണമെങ്കിൽ കൊണ്ടുവന്ന തിരുമേനിയാണിത്. പരിഹാരം കാണണ്ടേ? ആദ്യം നിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണും, എന്നിട്ട് എന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാം. എന്റെ പ്രശ്നം നോക്കാം. എനിക്ക് എന്തായാലും ജീവിക്കണമല്ലോ. അങ്ങനെ എന്തായാലും ആവട്ടെ. തന്റെ പ്രശ്നം നോക്കിയാൽ മതിയല്ലോ. യോ കബഡി 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 തോറ്റേ എന്റെ നോക്കി സംഭവം മനസ്സിലായില്ലേ? അറിയാം കബഡിയിൽ സ്റ്റേറ്റ് ചാമ്പ്യനാ. തിരുവനന്തപുരം സ്റ്റേറ്റ് ആണോ? അല്ല ഞാൻ CBSE പഠിക്കുന്ന പിള്ളേർക്കേ കാല. അയ്യോ ഇപ്പൊ ഇത് കബഡി കളി അല്ലേ? എന്റെ കബഡി പോയതാണ്. എന്നാ പിന്നെ കബഡി നോക്ക്. സമയമില്ല, പെട്ടെന്നാവട്ടെ. എന്റെ പൊന്നെ എന്തൊക്കെ കബഡി നോക്കാം. പെട്ടെന്ന് നോക്ക് തിരുവേനി. നോക്കാം. എന്തുവാ ഇത് നോക്കുന്നില്ലേ? ഇതായിരിക്കും സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിട്ട്. പ്രശ്നാണ്. കുജനും വ്യാഴവും തമ്മിൽ ഒന്നിക്കണു. അയ്യോ അവര് തമ്മിൽ നേരത്തെ കണക്കമായിരുന്നു. എടാ മരക്കിഴങ്ങ അതാണോ പറഞ്ഞത്? പിന്നെ കുജനും വ്യാഴവും ഗ്രഹങ്ങൾ തമ്മിൽ ഒന്നിക്കണു. അതുകൊണ്ട് നിനക്ക് ദോഷ സമയമാണ്. അയ്യോ താൻ ഈ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടും. അതെന്ത് പറയാൻ കാര്യം? ഒറ്റയ്ക്ക് ഒരു കബഡി ഇരിക്കുന്നു. കബഡി ഇരിക്കുന്നതാണ് ഇത്ര കുഴപ്പം. എന്റെ കബഡി എന്റെ കുടുംബത്തിൽ കയറി എന്റെ അളിയൻ ആവശ്യമില്ലാത്ത വിഷയം ഉണ്ടാക്കരുത്. ദൈവചിന്ത പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്നില്ലയോ? ഇത്ര നാളാടി കണ്ടിട്ട് സുഖമാണ്. നിനക്ക് സുഖത്തുണ്ട്? ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. അതൊക്കെ നീ ഇല്ല കുഞ്ഞായ സമയത്ത്. നീയൊക്കെ ഇപ്പൊ മൂത്ത് നരച്ച് മുത് കണ്ടകളെ മാറുന്നില്ല അങ്ങോട്ട്. എന്റെ പൊന്നളിയെ നിന്ന് ജയം കളിക്കല്ലേ തിരുമേനി. ബാക്കി നോക്ക് തിരുമേനി. പരിഹരിക്കണം. ഞാനങ്ങ് പരിഹരിക്കാം. ഒരു കാര്യം ചെയ്യാം, നോക്കാം. ഒരു കാര്യം ചെയ്, സ്റ്റാർ പറ. ഗുഡ് ഈവനിങ് മിസ്സിസ് പ്രഭ നരേന്ദ്രൻ. ചന്ദുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. ഇരുമ്പാടി തട്ടി മുളയാണി വെക്കാൻ കൊല്ലത് 16 പൊൻപണം കൊടുത്തവൻ ചന്ദു. എന്താണ് സ്റ്റാർ പറയാൻ പറഞ്ഞു? സ്റ്റാർ പറയാൻ പറഞ്ഞ അതല്ല, നിന്റെ നക്ഷത്രം പറയാൻ. നക്ഷത്രം മൂലം. മുലേശു. മൂലത്തിൽ നാം ഒരു നീർന്ന പ്രശ്നം കാണുന്നു. കുറച്ച് ഓയിൽമെന്റ് വെച്ചാ മാറൂ. വേണ്ട, കുറച്ച് ഐസ് എടുത്ത് അങ്ങോട്ട് പൊത്തുക. അവനെ വിളിച്ച് അങ്ങോട്ട് നോക്കുക. എനിക്ക് പൊന്നു തിരുമേനി പരിഹാരം കാണും. ഒന്നും മിണ്ടായി മനുഷ്യ. ഇതൊന്നും എങ്ങനെ നോക്കട്ട്. ഇത് എന്റെ കുടുംബത്തിന്റെ വിഷയം. ആവശ്യമില്ല ഇടയ്ക്കിരുന്നു. സമയവശാൽ ഒരു ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ താൻ ഭരണിയിൽ പ്രസവിക്കേണ്ടവനാണ്. ഭരണി പ്രസവിക്കാൻ അളിയന്തൊരു പാറ്റയെ പല്ലി വല്ലോ വന്നോ? ഈ ജുറാസി പാർക്കിൽ ഞാൻ ഇന്ന് കൊല്ലും. ഒരു ദിവസം കഴിഞ്ഞിരുന്ന അവൻ കോടീശ്വരനായാലും. അങ്ങനെ ഒരു കാര്യം ചെയ്യ്, ഈ ദോഷമൊക്കെ മാറാനായിട്ട് നമുക്കൊരു പൂജ ചെയ്യണം. അതിന് കുറച്ച് ലിസ്റ്റ് അങ്ങോട്ട് തരാം, എഴുതുക. പൂജ ചെയ്താൽ മാറും. പിന്നെ പെട്ടെന്ന് പറയാം. കുറച്ച് പൂക്കളാണേ. പൂക്കളുടെ എണ്ണം പറ. മുക്കുറ്റിപ്പൂവ്, തുമ്പപ്പൂവ്, തെറ്റിപ്പൂവ്. ആ കണക്കായി പോയി തെറ്റിപ്പോയെങ്കിൽ. പഠിച്ചിട്ട് വരണ്ടേ പിന്നെ തെറ്റിപ്പോയിരിക്കും. അതല്ലെന്ന്, തെറ്റിപ്പൂവ്. തെറ്റിപ്പൂവ്. ഇനി ഈ പൂക്കളുടെ എണ്ണം ഒന്ന് എടുക്കുക. പൂക്കളുടെ എണ്ണം അല്ലേ? 1 2 3 4. എണ്ണാതിരി.
എണ്ണാൻ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ എണ്ണ ഇരിക്കാൻ പറയുന്നത്? എടാ അതല്ല, ഒരു പാക്കറ്റ് എണ്ണ 2 തിരി. ഒരു പാക്കറ്റ് എണ്ണ 2 തിരി. ഇനി ദൈവങ്ങൾക്കുള്ളതാണ്. ദൈവങ്ങൾക്കുള്ളത്. ഗണപതിക്ക് ഒരു നാളികേരം. അയ്യപ്പ പമ്പ ഗണപതിക്കൊരു നാളികേരം അയ്യപ്പ. വിഘ്നങ്ങൾ തീർത്തരുളും വിഘ്നരാജ ഗണപതിയെ പമ്പയിൽ കുളിച്ചു തോർത്ത് എത്തമിടാമയ്യപ്പ എത്തമിടാമയ്യപ്പ. അല്ല ഇതേ ഞാൻ നേരത്തെ സ്റ്റാർ പറയാൻ പോകത്തില്ലായിരുന്നോ? അന്നേരം ഗ്യാപ്പ് ഓടാൻ വരുന്ന അളിയനായിരുന്നു ആ സംഭവം. ഞാൻ ഒന്ന് ഫിഗർസ് കൂടെ ചെയ്ത് തരട്ടെ. ഇടുക്കാച്ചി ഒരു മെഗാഷോ കളിക്കാൻ. മെഗാഷോ കാച്ചാനാണോ പറഞ്ഞത്? എടാ ഗണപതിക്ക് നാളികേരം. ഗണപതിക്ക് ഒരു നാളികേരം. അപ്പൊ ഗണപതിക്ക് നാളികേരം, നാളികേരം. അയ്യപ്പന് നെയ്യ്, എനിക്കൊരു പൈന്റ്, എനിക്കൊരു കോട്ടർ. എന്നാ പിന്നെ കുറച്ച് ടച്ചിങ്സ് എനിക്കും കൂടെ. ഇപ്പൊ കണക്കായി. അല്ല പിന്നെ കോട്ടർ എന്ന് പറഞ്ഞ് ഗട്ടർ വരുന്ന വഴിക്ക്. ഗട്ടറിന്റെ കാര്യം പറഞ്ഞു. ഓക്കേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരും. അപ്പൊ ഈ പൂജയൊക്കെ നടത്തി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലേ തിരുമേനി ദക്ഷിണ വേണ്ടായിരുന്നു. പിന്നെ തിരുമേനി എനിക്ക് ഞാൻ ആരാണെന്ന് സ്വയം ഒന്നുകൂടെ അറിയണം. താൻ ആരാണെന്ന് അറിയാം. ഞാൻ ഇത്ര കാര്യങ്ങൾ നോക്കിയ സ്ഥിതിക്ക് ഞാൻ ആരാണെന്ന് അറിയണമല്ലോ. ഒരു കാര്യം ചെയ്യാം, ഒരു 10 ദിവസം പൂജകൾ അങ്ങോട്ട് നടത്താം. അപ്പൊ മനസ്സിലാവും താൻ ആരാണെന്ന്. തിരുമേനി 10 ദിവസം പൂജയുടെ കാര്യമൊന്നുമില്ല. ഇവൻ ആരെന്ന് അറിഞ്ഞാ പോരെ? നിങ്ങൾ എന്താ മനുഷ്യ കാണിച്ചത്? എടി അവന് മൂക്കി ശ്വാസം ഉണ്ടോ നോക്കടി. ഉണ്ടെങ്കിൽ അത് നിന്റെ ആങ്ങള, ഇല്ലെങ്കിൽ ഏതോ അജ്ഞാത ജഡം.